അതിഥികളിലേക്കെതിരെ ശ്രീ കെ എം ഷഫ്രീൻ, ഇവിടെ പരസ്പരം പഴിചാരുകയാണ് LDF-ഉം UDF-ഉം. കാരണം ഈ രണ്ടു കൂട്ടരും ഭരിച്ചിട്ടുണ്ട് കേരളം. ഈ +2 വിതരണത്തിൽ പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റും, നിങ്ങൾക്ക് പരിഹരിച്ചുകൂടെ എന്ന് ചോദിക്കാൻ പറ്റും. പക്ഷേ ഈ മലബാർ ജില്ലകളുടെ വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാകും മന്ത്രി വളരെ പെട്ടെന്ന് അത് മലപ്പുറമാക്കി വ്യാഖ്യാനിക്കുന്നത്? മലപ്പുറം എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിൽ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി പോസിറ്റീവായൊരു സമീപനം ഇടതുപക്ഷ സർക്കാർ മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാറിലെ വിദ്യാർത്ഥികളോട് കാണിക്കണം എന്നുള്ളതാണ്. കാരണം ഏറ്റവും ഇപ്പോൾ നമുക്ക് +2 SLC റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ A+ ഉണ്ടാകുന്നതൊക്കെയും ഇവിടെ നിന്നാണ്. വലിയ സ്വഭാവത്തിൽ കഴിവുള്ള കുട്ടികളടുത്ത് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളോട് ഒരു പോസിറ്റീവായ സമീപനം സ്വീകരിക്കാൻ സർക്കാർ ആദ്യം തയ്യാറാവുന്നുള്ളത് ഒന്നാമത്തെ ഒരു സംഗതി. ഇപ്പോൾ ഇതിൽ നമുക്കറിയാം കാലങ്ങളായി ഇപ്പോൾ UDF ഭരിച്ചിരുന്നപ്പോഴും LDF ഭരിച്ചിരുന്നപ്പോഴൊക്കെയും വലിയ വിവേചന ഭീകരത ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ +2 സീറ്റിൻ്റെ കാര്യം മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അങ്ങനെ ഒരു കോളേജില്ല. മെഡിക്കൽ കോളേജുണ്ട് മലപ്പുറം ജില്ലയിൽ, മഞ്ചേരി മെഡിക്കൽ കോളേജ്. അതൊരു ജില്ലാ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. മലപ്പുറം ജില്ലയിലെത്തുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. വേറൊരു സൗകര്യങ്ങളോട് വർദ്ധിക്കുന്നില്ല, മറിച്ച് ഒരു ബോർഡ് മാത്രം മാറ്റുകയാണ്. ഒരു ബോർഡ് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നു. ഈ ഒരു സമീപനം മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെയും പിന്നെ മലബാർ മേഖലയോട് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോട് സവിശേഷമായി കാണിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു എൻ്റെ വിവേചന ഭീകരതയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർഷം മലപ്പുറം വിദ്യാഭ്യാസ ഉപജില്ലയിൽ പരീക്ഷ എഴുതി 28,179 പേരാണ്. ഏറ്റവും കൂടുതൽ എഴുതി അവിടെയാണ്. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്ന കുട്ടനാടാണ്. അവിടെ വെറും 1843 പേരാണ്. അപ്പോൾ എടരിക്കോട് സ്കൂളിൽ മാത്രം 2085 പേര് എഴുതുന്നുണ്ട്. അപ്പോൾ എടരിക്കോട് സ്കൂളിൽ 2085 പേര് പരീക്ഷ എഴുതിയിട്ട് അവർക്ക് ആകെ കിട്ടുന്ന അവിടെ 4 ബാച്ചാണ്. ആ കുട്ടികൾക്ക് 2085 പേർക്ക് ആകെയുള്ളത് 200 സീറ്റാണ് ഈ പറയുന്ന എടരിക്കോട് സ്കൂളിൽ +2-നുള്ളത്. എന്നാൽ കുട്ടനാട് 12ഓളം സ്കൂളുകളാണ് ഈ പറയുന്ന അവർക്കെല്ലാവർക്കും 12 സ്കൂളുകളിലായി 4-5 ബാച്ച് വെച്ചിട്ടാണ് കുട്ടനാട് കിട്ടുന്നത്. ഈ ഒരു വിവേചന ഭീകരത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും ഓപ്പൺ സ്കൂൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ സ്കൂളുകളുടെ കഴിഞ്ഞ 6 വർഷത്തെ കണക്കെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും 3,96,000 കുട്ടികളാണ് 2018 മുതൽ 2022 വരെ ഓപ്പൺ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതിൽ 3 ലക്ഷം പേരും മലബാർ മേഖലയിൽ നിന്ന്, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികളാണ്. അതിൽ 1,80,000 പേര് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ അധിക ബാച്ചിൽ ജൂലൈയിൽ ക്ലാസ് തുടങ്ങുന്ന +2-ൽ അധിക ബാച്ചിൽ അനുവദിക്കുന്നത് നവംബറിലാണ്. ഈ കുട്ടികൾ ഓപ്പൺ സ്കൂളിൽ പോയി ചേരണം. കഴിഞ്ഞ വർഷം 38,000 പേര് ഓപ്പൺ സ്കൂളിൽ ചേർന്ന് 15,000 കുട്ടികളും ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ് സവിശേഷമായിട്ട് ഇതുണ്ടാവുന്നത്. അപ്പോൾ ഒരു വിവേചന ഭീകരത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സർക്കാരിൻ്റെ കണക്കുകളിൽ തന്നെ വ്യക്തമാണ്. അതിൻ്റെ സംവിധാനങ്ങളിൽ, അടിസ്ഥാന സൗകര്യങ്ങളിൽ, ബാച്ചുകളിൽ, സ്കൂളുകളിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെയും ഇതുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ഇതിലൊരു ഡീപ്പ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായ ഒരു റീജിയണൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. സാമൂഹ്യനീതിയെക്കുറിച്ച് സംസാരിക്കുന്ന സർക്കാരുകൾക്കൊന്നും മലബാറിലെ വിദ്യാർത്ഥികളുടെ സാമൂഹ്യനീതി ഒരു വിഷയമായി വരുന്നില്ല. അപ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളൊരു പ്രശ്നമായി വരുന്നില്ല. ഇതിൽ ആത്മാർത്ഥമായൊരു സമീപനം സർക്കാരിനില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു 20 കോടി രൂപയാണ് അധിക ബാച്ച്, താൽക്കാലിക ബാച്ച് അനുവദിച്ചതിന് വരുന്നത്. ഇവിടെ സർക്കാർ വേറെ എന്തൊക്കെ ദൂരത്തോടെ നടക്കുന്നുണ്ട്? അതിനൊക്കെയും പൈസ സർക്കാരിൻ്റെ അകത്തുണ്ട്. ആവശ്യമായ സംവിധാനം എടുക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ട്. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലാണ്. അതൊരു യഥാർത്ഥ കാരണമേ അല്ല എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഇതിൽ വളരെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായ അധിക ബാച്ചുകൾ +1 അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? ഈ അധിക ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറാണ്. ഇപ്പോൾ കാർത്തികേയൻ കമ്മീഷൻ തന്നെ പറഞ്ഞു 150 ബാച്ച് ഏറ്റവും മിനിമം അനുവദിക്കണമെന്ന് കഴിഞ്ഞ വർഷം സർക്കാരിന് റിപ്പോർട്ട് എടുത്ത് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ആ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായില്ല. അപ്പോൾ ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളിവിടെ നിലനിൽക്കുകയാണ്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, അവിടുത്തെ സംഘടനകൾ, NGO-കളൊക്കെയും സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് സർക്കാരിനോട് കൃത്യമായി പറഞ്ഞിട്ട് പോലും ഈ സർക്കാർ അതിൽ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായൊരു വിവേചന ഭീകരതയാണ്. ഈ ഭീകരതയെ മറിച്ചൊക്കെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിയുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വടകര ഇലക്ഷനിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. CPM എങ്ങനെയാണ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ന്യായമായ അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ വർഗീയവാദമായി, തീവ്രവാദമായി മുദ്ര കുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഇടപെടുന്ന സംഘടനകളെ വർഗീയ സംഘടനകളെ മുദ്ര കുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇവർ ഒറ്റപ്പെടുത്താനും ഈ വിഷയത്തിന് കിട്ടുന്ന സ്വീകാര്യത മറച്ചു പിടിക്കാനും തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവേചന ഭീകരതയെ മറച്ചു പിടിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വിവാദമുണ്ടാക്കുന്നത്. മലപ്പുറം വികാരം എന്നൊക്കെ പറയുന്ന വിവാദമുണ്ടാക്കുന്നത്. മുമ്പ് VS അച്യുതാനന്ദൻ പറഞ്ഞ പോലെ മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ച് ആണ് പരീക്ഷ പാസ്സാവുന്നതെന്ന് പറഞ്ഞാൽ, മലപ്പുറത്ത് ഇലക്ഷൻ തോറ്റപ്പോൾ കടകംപള്ളി പറഞ്ഞ പോലെ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുന്ന സ്വഭാവത്തിൽ ഇങ്ങനെ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവേചന ഭീകരത മറച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ ന്യായമായി ഉയർന്നു വരുന്ന ജനകീയ വിദ്യാഭ്യാസ അവകാശ സമരങ്ങളെ ഒരു ബ്രാൻഡ് ചെയ്തുകൊണ്ട് അതിനെ തീവ്രവാദ ചാപ്പ ഇടിച്ച് ഒറ്റപ്പെടുത്താനുള്ള
ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിന് ഒരു നിലക്ക് മുഖവിലക്കെടുക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തയ്യാറല്ല. കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ സമരങ്ങൾ, ഈ വിവേചന ഭീകരത അവസാനിപ്പിക്കുന്നതുവരെയുള്ള രൂക്ഷമായ സമരങ്ങൾക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നൽകും എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ